വെളിപ്പാട് 3-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഈ വാക്യത്തിൽ യേശുക്രിസ്തു ഫിലദൽഫ്യ സഭയോട് സംസാരിക്കുകയാണ്. അവിടെയുള്ള വിശ്വാസികൾക്ക് വലിയ ശക്തിയോ സ്വാധീനമോ ഇല്ലായിരുന്നു. എന്നിട്ടും അവർ ദൈവവചനത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ നാമം മുറുകെ പിടിക്കുകയും ചെയ്തു. അതിന് പ്രതിഫലമായി ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ ദൈവം അവർക്കായി തുറന്നു. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ പരിമിതികൾ ഒരു തടസ്സമല്ല. നമുക്കെത്രമാത്രം കഴിവോ ശക്തിയോ സ്വാധീനമോ ഉണ്ടെന്നുള്ളത് ഒരു വിഷയമല്ല. നമ്മളെത്ര ചെറുതാണെങ്കിലും ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആർക്കും നമ്മെ തടയാൻ കഴിയുകയില്ല. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവല്ല, മറിച്ച് അവൻ്റെ വചനത്തോടുള്ള വിശ്വസ്തതയും അവൻ്റെ നാമത്തോടുള്ള സ്നേഹവുമാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമുക്കായി വഴി തുറക്കും. ദൈവം നമുക്കായി തുറക്കുന്ന വാതിലുകൾ മനുഷ്യന് അടയ്ക്കാൻ കഴിയുകയില്ല. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിരുന്നാലും ദൈവത്തിൻ്റെ തീരുമാനം എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അവൻ അത്ഭുതകരമാകുന്ന കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞുപോയ വാതിലുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുവാൻ പോകുന്നു. ഈ വാതിൽ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായിരിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ.